വെൽക്കം ടു നോട്ട് ദ പോയിന്റ്. നോട്ട് ദ പോയിന്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് സാൻഡ് ഐലൻഡ്. സാൻഡ് ഐലൻഡ്. അപ്പം നമ്മൾ മണൽത്തരിയുള്ള ഐലൻഡിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ പോവാണ്. ഓക്കെ, സഹിച്ചതാ, തുടങ്ങിക്കോ, നമുക്ക് പോവാം. ഓക്കെ, ഇതൊരു സ്വീറ്റ് ഡ്രിങ്കാണ്. അതുപോലെ തന്നെ കൂടുതലായിട്ടൊന്നുമില്ല, വളരെ സിമ്പിളാണ് ഇത് തന്നെ. അപ്പം മാംഗോ ആൻഡ് പാഷൻ ഫ്രൂട്ട് പൂരി, അതുപോലെ തന്നെ ഓറഞ്ച് ജ്യൂസ്. ഇപ്പം നമുക്കറിയാം നാട്ടിൽ ഇപ്പോൾ ഫ്രഷ് മാംഗോ കിട്ടും, അതുപോലെ തന്നെ ഇഷ്ടംപോലെ പാഷൻ ഫ്രൂട്ടും ഉണ്ട്. അപ്പോൾ ഒറിജിനൽ ഫ്രൂട്ട് ഇട്ട് ഉണ്ടാക്കുവാണെങ്കിൽ സോ വണ്ടർഫുൾ ആയിരിക്കും. നമുക്ക് അത്രമാത്രം ഇവിടെ ലഭ്യമല്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഓറഞ്ച് ജ്യൂസ് മിക്സ് ചെയ്യുക. അപ്പം നമുക്ക് നോക്കിയാലോ? ഓക്കെ. അത് തന്നെ കുറച്ച് ഐസ് ചെയ്യുക. ഇത് പാഷൻ ഫ്രൂട്ട് പ്യൂരി മിക്സ് ആണിത്. ഇത് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതൊരു 20 ml ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു മാംഗോ പ്യൂരി മിക്സ്, ഇത് ഒരു 20 ml ഒഴിക്കുക. പിന്നെ ബാക്കി നമ്മൾ ഓറഞ്ച് ജ്യൂസ്. ഇതൊന്ന് നമ്മൾ ഷെയ്ക്ക് ചെയ്യുക. പൊറിയുക. സാൻഡ് ഐലൻഡ്. ഇനി നമുക്കൊരു ഗാർണിഷ് ഫ്രഷ് മാംഗോ ഉണ്ട്. ഫ്രഷ് മാംഗോ വെക്കാം നമുക്ക്. ഗ്ലാസ് ചെറിയാണ്. അപ്പോൾ നമ്മുടെ സാൻഡ് ഐലൻഡ് റെഡിയാണിത്. സാൻഡ് ഐലൻഡ് ഇവിടെ റെഡിയാണ്. അപ്പം ഞാനത് ടേസ്റ്റ് ചെയ്തിട്ട് പ്ലീസ് എങ്ങനെയുണ്ടെന്ന് പറയാം. താങ്ക് യു. ഭയങ്കര റിഫ്രഷിങ് ഡ്രിങ്ക് ആണിത്. അപ്പം ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സഹിച്ചേട്ടാ, ഇതിനകത്ത് ഇവിടെ മാംഗോന്റെ ഒരു ടേസ്റ്റ് ആണ് ഇതിനകത്ത് ബേസിക് ആയിട്ട് വരുന്നത്. പക്ഷെ മാംഗോയും പാഷൻ ഫ്രൂട്ടും സ്വീറ്റ് ആണ്. പക്ഷെ അത് നമ്മുടെ ഓറഞ്ച് ജ്യൂസ് വെച്ചിട്ടൊന്ന് അതൊന്ന് ഹിറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ ഒന്ന് ഹിറ്റ് ചെയ്ത് അതിനെ ഒന്ന് മൈൽഡ് ആക്കിയിട്ട് ഓറഞ്ച് ജ്യൂസിന്റെ ഒരു ചെറിയൊരു ഫ്ലേവറും കൂടി ചേർത്ത് മൊത്തത്തിലൊരു റിഫ്രഷിങ് ഡ്രിങ്ക് സാൻഡ് ഐലൻഡ്. അപ്പം
ഡ്രിങ്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത് മൊത്തം കുടിക്കാൻ പോകുന്നത് കഴിഞ്ഞു. അപ്പം ഇന്ന് ഞാൻ ചെറിയൊരു വെയിൽസിനെ കുറിച്ച് നമ്മൾ കുറേ ടിപ്സ്, ടിപ്സ് അല്ല, നമ്മൾ കുറേ ഇൻഫർമേഷൻസ് നമ്മുടെ എപ്പിസോഡുകളിൽ പറയുന്നുണ്ട്. അപ്പം അതുപോലെ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് വെയിൽസിലുള്ളത്, നമ്മുടെ സെവൻ ബ്രിഡ്ജ്. അപ്പോൾ സെവൻ ബ്രിഡ്ജിനെ ഇപ്പം വിളിക്കുന്നത് പ്രിൻസ് ഓഫ് വെയിൽസ് ബ്രിഡ്ജ് ആണ്. അപ്പം ഈ ബ്രിഡ്ജിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലണ്ടും വെയിൽസും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഉള്ള ഒരു വലിയൊരു ബ്രിഡ്ജാണിത്. അപ്പം ഈ ബ്രിഡ്ജ് ഏകദേശം 5 കിലോമീറ്ററിനേക്കാളും കൂടുതലുണ്ട്. അപ്പൊ അതൊരു ഇൻട്രസ്റ്റിംഗ് ആണ്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. അതായത് സെവൻ റിവർ കടലിൽ വന്ന് ചേരുന്നതിന്റെ തൊട്ട് മുന്നിലാണ് ഈ ബ്രിഡ്ജ് ഉള്ളത്. അപ്പൊ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സീനറി ഉണ്ട് ആ ഒരു റിവറിന്റെയും കടലിന്റെയും ഒരു മിക്സും. അതുമാത്രമല്ല, ഇത്രയും നീളത്തിലുള്ള ആ ഒരു പാലം കാണുമ്പോൾ അതിന്റെ കൂടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ അത് മാത്രമല്ല, ഈ കഴിഞ്ഞ വർഷമാണ് അവിടെ നമുക്ക് ടോൾ ഉണ്ടായിരുന്നു. അപ്പം ഈ ടോളപ്പം എടുത്തു മാറ്റി. അപ്പം ഇപ്പം നമുക്ക് ഫ്രീ ആയിട്ട് ഇംഗ്ലണ്ടിലേക്കും വെയിൽസിലേക്കും യാത്ര ചെയ്യാം. അപ്പം ഈ സെവൻ ബ്രിഡ്ജിന്റെ ഈ ഫാക്റ്റും കൂടി പറഞ്ഞിട്ട് നമ്മൾ ഈ സാൻഡ് ഐലൻഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുക ഞങ്ങളുടെ ഈ ഡ്രിങ്ക്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്.